സത്യത്തിൽ എൻ്റെ മാരിടൈം സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിച്ചത് ശ്രീ നാണു വിശ്വനാഥനാണ്. CM അത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മീൻസ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ലാളിത്യം കൊണ്ട് അദ്ദേഹം അത് പറഞ്ഞാണ്. അത് പറയാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ അത് പറയുന്നത് എങ്ങനെയാണ്, വളരെ ഇമോഷണലായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. എനിക്ക് അച്ഛനമ്മമാരെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ചോ മറ്റൊന്നുമല്ല. ആരെ കണ്ടാലും എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ രീതിയാണ് ഈ ബ്ലൂ എക്കോണമി അല്ലെങ്കിൽ മാരിടൈം എക്കോണമിയെ കുറിച്ച് പറയുക, സമുദ്ര എക്കോണമിയെ കുറിച്ച് പറയുക, പോർട്ടിനെ കുറിച്ച് പറയുകയൊക്കെ ഉള്ളത്. തുറമുഖ രംഗത്ത് നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം, കാരണം ഒരു പ്രൊഫഷണൽ പറയുന്ന തരത്തിലേക്കാണ് പുള്ളി. ഇപ്പം എനിക്ക് ആ സബ്ജക്റ്റ് അറിയാവുന്നത് കൊണ്ട് ഞാനെന്ന് പറയുമ്പോൾ പുള്ളി സാർ അതിനെ കണക്ട് ചെയ്യുന്നു. ഞാൻ ഇദ്ദേഹത്തെ വളരെ അത്ഭുതത്തോടു കൂടി നോക്കിക്കണ്ട ഒരാളാണ്. പിന്നീട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ മറ്റതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഇത് സംസാരിച്ചു തുടങ്ങി. സമുദ്ര മിഷന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് VD സതീശൻ സാറാണ്. സാർ ഭയങ്കര ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ അതിനേക്കാളും വലിയൊരു വിദ്യാർത്ഥിയാണ്. പറഞ്ഞ മനസ്സിലായി. ഞങ്ങൾ രണ്ടുപേരും 2 വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഫസ്റ്റ് ക്ലാസ് മേടിച്ച് ഡിസ്റ്റിങ്ഷൻ മേടിച്ച് മുന്നോട്ട് വരണം എന്നുള്ളതാണ്. 2 പേരുടെ സബ്ജക്റ്റിലേക്ക് മാരിടൈം കൊണ്ടുതാണ്. എങ്കിലും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നോ എൻ്റെ കൂടെ പോരുന്നോ എന്ന്? അതൊരു പിന്നെന്താ പറഞ്ഞ സാർ എന്നോട് പറഞ്ഞു, ഒന്നിച്ച് ഇതിനകത്തിലേക്ക് വരണം, നമുക്ക് നാടിനു വേണ്ടി. എൻ്റെ കൂടെ പോരുന്നു എന്നതിനേക്കാളൊക്കെ ഉപരി എന്ന് പറഞ്ഞാൽ സാറിൻ്റെ വർത്തമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യം നമ്മുടെ നാടിനു വേണ്ടി ചെയ്യണം. നമസ്കാരം. മുഖ്യമന്ത്രി ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഈ ഒരു അഭിമുഖം ആരംഭിക്കാം. തൻ്റെ മാരിടൈം സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിച്ചത് ശ്രീ നാണു വിശ്വനാഥൻ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വ്യക്തിയാണ് ഇന്ന് മറുനാടനൊപ്പം ഉള്ളത്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന തുറമുഖ വിദഗ്ധനായ ശ്രീ നാണു വിശ്വനാഥൻ. നമസ്കാരം സാർ. നമസ്കാരം. എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ടവനായത്? അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിച്ചത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് ആദ്യം. ഞാൻ മുഖ്യമന്ത്രിക്ക് പ്രിയപ്പെട്ടവനായി എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് മുഖ്യമന്ത്രി എനിക്ക് പ്രിയപ്പെട്ടവനായി എന്ന് പറയുന്നതായിരിക്കും. അതൊരു ഈശ്വര നിമിത്തം എന്നുള്ള തരത്തിലേക്കാണ് അതിനെ ഞാൻ പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. എന്നാൽ അത് മനസ്സിലെ ഒരു തീവ്രമായ ആഗ്രഹവുമായിരുന്നു. ഞാൻ ഈ നിയമസഭയിൽ നടക്കുന്ന ചർച്ചകളും മറ്റ് ഈ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളുമൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളോടായിരുന്നു വിദേശത്തൊക്കെ ഉള്ളപ്പോഴും തന്നെ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് വർത്തമാനങ്ങൾ പറയുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. നമ്മുടെ പഴയ മുഖ്യമന്ത്രിയായിട്ട് നിന്നിട്ടുള്ള EK നായനാർ സാറിൻ്റെ സംസാരം, ആ ഒരു സ്റ്റൈല്, അതുപോലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ വർത്തമാനത്തിൻ്റെ രീതി, CPMൻ്റെ ഒരു A പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ കോഴിക്കോട് MLA ആണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലല്ല, അദ്ദേഹം കൊണ്ടുവരുന്ന ഓരോ കണ്ടൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു ലാളിത്യം. അപ്പം അതുപോലെ തന്നെയാണ് ഈ VD സതീശൻ സാറിനെയും. ഇത്തരത്തിലേക്ക് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ VD സതീശൻ സാറിൻ്റെ ഓഫീസ് MLA ഹോസ്റ്റലുള്ളപ്പോൾ തന്നെ അവിടെ ഹരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. ഞാൻ PC വിശ്വനാഥ് MLA ഒക്കെ ഉള്ള സമയത്ത്, KK ഷാജു MLA ഒക്കെ ഉള്ള സമയത്ത് ഈ പറയുന്ന MLA ഹോസ്റ്റലൊക്കെ ഇടയ്ക്കൊന്ന് പോവും. അപ്പോൾ ഈ ഹരിയെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, സാറിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെയുള്ള തരത്തിൽ. അപ്പം അദ്ദേഹം പറഞ്ഞ അതിനെന്താ കുഴപ്പമൊന്നുമില്ല, വളരെ ലളിതമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും സാധിച്ചില്ല എന്നുള്ള കാര്യമാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കോവിഡ് കാലഘട്ടത്തിനകത്തിൽ ഈ ചേന്ദമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ സന്തോഷ് കുമാർ കേട്ടേത്ത് ഒരു കുടുംബത്തിന് ഒരു ചെറിയ വീട് വെച്ച് കൊടുക്കുന്ന. അപ്പോൾ ആ വീടിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് VD സതീശൻ സാറാണ്. അപ്പോൾ എന്നോട് സന്തോഷേട്ടൻ പറഞ്ഞു, ഇതിന് VD സതീശൻ സാറിൻ്റെ കൂടെ പോയി ഇത് ചെയ്യാൻ ഏറ്റവും യോഗ്യൻ നീയാണ്, ഞാനല്ല എന്ന് പറഞ്ഞ് എന്നെ കൂട്ടി കൊച്ചിയിലേക്ക് വിടുവാണ്. അങ്ങനെ ഞങ്ങൾ സാറ് ഒരു കാറിൽ
അവിടെ വന്നൊരു വീട് ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ആ വീട് ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്. അതായത് അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അല്ല, അന്ന് പ്രതിപക്ഷ നേതാവായിട്ടില്ല, അതിനു മുമ്പെയാണ്. അന്ന് പ്രതിപക്ഷ നേതാവല്ല. അപ്പം എനിക്കൊരു അന്ന് MLA മാത്രമാണ്. അപ്പം എനിക്കൊരു സ്വഭാവമുണ്ട്, ഏതൊരു വ്യക്തിയെ കണ്ടാലും കേരള സമുദ്ര എക്കോണമി, ഇന്ത്യൻ സമുദ്ര എക്കോണമി, ബ്ലൂ എക്കോണമി, എനിക്ക് അച്ഛനമ്മമാരെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ചോ മറ്റൊന്നുമല്ല, ആരെ കണ്ടാലും എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ രീതിയാണ് ഈ ബ്ലൂ എക്കോണമി അല്ലെ മാരിടൈം എക്കോണമിയെ കുറിച്ച് പറയുക, സമുദ്ര എക്കോണമിയെ കുറിച്ച് പറയുക, പോർട്ടിനെ കുറിച്ച് പറയുകയൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ഈ കിട്ടിയ സമയത്ത് സാറിനോട് ഈ വിവരത്തെക്കുറിച്ച് അങ്ങോട്ട് പറയുവാണ്. അപ്പം ഞാൻ ഈ പറയുന്ന ഞാൻ അതിനകത്ത് ആ സമയത്ത് MD ആയിട്ടിരിക്കുകയാണ് മാരിടൈം സെക്ടറിൽ. ദുബൈയിലെ ആ പറയുന്ന സമയത്തൊക്കെ എൻ്റെ MD ആയിട്ട് വലിയ കൺസൾട്ടൻസി ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഞാൻ ചെന്ന് ഇതങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് തുടങ്ങിയപ്പോൾ, ഞാൻ മാരിടൈം അല്ലെ ബ്ലൂ എക്കോണമി എന്നുള്ള വാക്ക് അങ്ങോട്ട് പറയുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രോഗ്രാമിൽ തന്നെ പറഞ്ഞില്ല, പുഴ അങ്ങോട്ട് ഒഴുകി അങ്ങോട്ട് ചെല്ലുമ്പോൾ അറബിക്കടലിലും പഞ്ചമഹാസമുദ്രത്തിനകത്തിൽ നിന്നും തിരമാലകൾ ഉയർന്ന് അങ്ങോട്ട് വരുന്ന തരത്തിലെ VD സാറ് എന്നോട് ആ കോസ്റ്റൽ എക്കോണമിയെ കുറിച്ചിട്ടും വിഴിഞ്ഞത്തിൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചും ഉൾനാടൻ ജലഗതാഗതത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യം സാറിന് അതായത് സാർ പ്രാക്ടിക്കലി ചെയ്തല്ല. സാറ് പഴയ മാരിടൈം ഹിസ്റ്ററി, പ്രത്യേകിച്ച് എനിക്കൊന്ന് കൊച്ചിക്കാരനായതുകൊണ്ട് ഈ മുസരീസിൻ്റെ ചരിത്രവും പരവൂറിൻ്റെ ചരിത്രവും പെരിയാറിൻ്റെ ചരിത്രവും ബാക്കിയുള്ളതെല്ലാം ഇങ്ങോട്ട് പറയുന്നത്. അപ്പം ഞാൻ ഈ വില്ലിംഗ്ടൺ ഐലൻഡിൻ്റെയും കാര്യം അങ്ങോട്ട് പറയുമ്പോൾ സാറ് ഈ വിഴിഞ്ഞം കൊച്ചി തുറമുഖത്തിനകത്ത് വന്നിട്ടുള്ള ഈ മട്ടാഞ്ചേരിയുടെയും മറ്റ് അവിടുത്തെ ഐലൻഡിൻ്റെയൊക്കെ കഥ സാർ ഇങ്ങോട്ട് പറയുകയാണ്. ബ്രിസ്റ്റോയുടെ ഒക്കെ കഥ സാർ ഇങ്ങോട്ട് പറയുകയാണ്. വിഴിഞ്ഞം എങ്ങനെ പോകണം എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പം ഞാൻ അന്ന് ആശ അപ്പോഴപ്പോഴും ഞാനപ്പോൾ സാറിനോട് ചോദിച്ചു, സാറ് തുറമുഖ രംഗത്ത് നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം. കാരണം ഒരു പ്രൊഫഷണൽ പറയുന്ന തരത്തിലേക്കാണ് പുള്ളി. ഇപ്പം എനിക്ക് ആ സബ്ജക്റ്റ് അറിയാവുന്നത് കൊണ്ട് ഞാനെന്ന് പറയുമ്പോൾ പുള്ളി സാർ അതിനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈശ്വരൻ എന്നെ തേടി നടന്നിട്ടുള്ള മനസ്സിലായി, ഒരുപാട് വഴികളിൽ കൂടെ തേടി നടന്നിട്ടുള്ളിടത്തുനിന്ന് ഒരു സ്ഥലത്ത് കൊണ്ട് തന്നെ എത്തിച്ചു എന്നുള്ള കാര്യത്തിനകത്തിലേക്ക് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം സാറ് ഭയങ്കര ക്യൂരിയോസിറ്റിയും പഠിക്കാനുള്ള ആഗ്രഹവും ഒരു കാര്യത്തെ ഫോർകാസ്റ്റ് ചെയ്യാനുള്ള സാറിൻ്റെ കഴിവ് വളരെ പ്രധാനമാണ്. അന്ന് തൊട്ട് നമ്മൾ ഇടയ്ക്ക് ഞാനും ജീവിതമാർഗം തേടിയും എൻ്റെ ജോലിയൊക്കെ ആയിട്ട് പോകുന്നു, സാറും പോകുന്നുണ്ട്. എങ്കിലും ഇടയ്ക്ക് ഈ പറയുന്ന സാറും ഞാനിവിടെ ഫോണിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഓരോ തുറമുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതും ബ്ലൂ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും സാറ് ഭയങ്കര ഒരു വിദ്യാർത്ഥിയാണ്. ഞാൻ അതിനേക്കാളും വലിയൊരു വിദ്യാർത്ഥിയാണ്. പറഞ്ഞ മനസ്സിലായി. ഞങ്ങൾ രണ്ടുപേരും രണ്ട് വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഫസ്റ്റ് ക്ലാസ് മേടിച്ച് ഡിസ്റ്റിങ്ഷൻ മേടിച്ച് മുന്നോട്ട് വരണം എന്നുള്ളതാണ്. രണ്ടുപേരുടെ സബ്ജക്റ്റിലേക്ക് മാരിടൈം ഉണ്ട് താനും. പിന്നീട് അദ്ദേഹം വിളിക്കുന്നു, അങ്ങനെയാണോ? മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പേ തന്നെ ഓരോ വിഷയത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹം അദ്ദേഹം എന്നെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് മൊത്തം ഇതാണ്, തലച്ചോറ് മൊത്തം ഈ പറയുന്ന ഒരു വിഷയമാണ്, മൾട്ടിപ്പിൾ തരത്തിലേക്കുള്ള കാഴ്ചപ്പാടുണ്ട് എന്നുള്ള തരത്തിലേക്ക് അദ്ദേഹത്തിന് അന്ന് തന്നെ എന്നോട് പറഞ്ഞു. അപ്പം ഞാനും അദ്ദേഹം ഈ കാലഘട്ടത്തിനകത്തിലേക്കെല്ലാം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഭയങ്കര ദീർഘവീക്ഷണത്തോടു കൂടി ഈ കുറേയേറെ നാൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് നമ്മളോടും ഓരോ കാര്യത്തിൽ ലോകത്തിൽ പോകുന്നത് എങ്ങനെയാണ്, ലോകത്തിൽ വരുന്ന മാറ്റം എങ്ങനെയാണ്, എന്നിട്ട് സാറ് ലോകത്ത് പോയിട്ടുള്ള തരത്തിലുള്ള എക്സ്പീരിയൻസ് എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് സാറ് ഈ ഇലക്ഷനൊക്കെ മുമ്പ് തന്നെ ഞങ്ങളൊക്കെ ഈ പറയുന്ന പല കാര്യത്തെക്കുറിച്ചും സംസാരിക്കുമായിരിക്കുമായിരുന്നു. അവിടെ ഞങ്ങൾ രാഷ്ട്രീയമൊന്നുമല്ല, ഞങ്ങളൊക്കെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമല്ല പറഞ്ഞത്, രാഷ്ട്രീയമല്ല, ഈ സബ്ജക്റ്റ് മാത്രമാണ്. അതിന് മുമ്പേ തന്നെ ഇത് സംസാരിക്കുമായിരുന്നു. ഇലക്ഷൻ വന്ന് ഒക്കെ കഴിഞ്ഞ സമയത്ത് അത് കുറച്ചുകൂടെ ഞങ്ങൾ കൂടുതൽ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ശരി, പിന്നീട് അങ്ങനെ ഈ സമുദ്ര മിഷനിലേക്ക് എത്തി. സമുദ്ര മിഷന്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് VD സതീശൻ സാറാണ്. പക്ഷേ ചിറക് മുളപ്പിച്ചത് താങ്കളാണ് എന്നാണ് അത് CM. അത് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ അത് അദ്ദേഹത്തിൻ്റെ ഒരു ലാളിത്യം കൊണ്ട് അദ്ദേഹം അത് പറഞ്ഞാണ്. ഒരു പക്ഷേ അതിൻ്റെ അതായത് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, അതിനകത്ത് പറയുന്നുണ്ടല്ലോ, അതായത് നല്ല നടൻ എന്ന് പറയുന്നത് നല്ല കാഴ്ചപ്പാട് കൂടുതലായിട്ടുള്ള ആള് എപ്പോഴും VD സാർ തന്നെയാണ്, അത് ഞാനല്ല. പക്ഷെ എൻ്റെ എളിയ കാഴ്ചപ്പാടിനെ കൂടെ
സാറിന് കൂട്ടിച്ചേർത്ത്. കാരണം കൂട്ടിച്ചേർത്തുകൊണ്ട് സാറിനാണ് ചെയ്യാൻ പറ്റുന്നത്. ഞാനൊരു ചെറിയ വ്യക്തി മാത്രമാണ്. സാറിനൊരു പ്രസ്ഥാനമുണ്ട്, സാറൊരു പൊതുപ്രവർത്തകനാണ്, സാറിനൊരു മിഷനറി ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു പക്ഷെങ്കിൽ എൻ്റെ വർത്തമാനങ്ങൾ അദ്ദേഹത്തിന് ആവേശം കൊള്ളിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ എന്നുള്ള കാര്യത്തിനകത്ത് ഞാൻ വളരെ അങ്ങനെ തുറന്നു പറഞ്ഞു. കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിനകത്ത് എല്ലാവരും എന്നോട് പറയുന്നതാണ് സാറിൻ്റെ ആ ഒരു വർത്തമാനം, അതായത് എൻ്റെ മാരിടൈം മോഹത്തിന് ചിറവ് മുളപ്പിക്കാൻ അത് ഒരു എന്താ പറയുന്നത് നാണു ഒരു കാര്യമായി എന്നുള്ളത്. ഞാൻ അതിനകത്തൊരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്തട്ടെ. അങ്ങനെ സാർ 2-3 കോംപ്ലിമെൻ്റ് എന്നെക്കുറിച്ച് പറഞ്ഞു. ഈ സ്റ്റേറ്റിന് വേണ്ടി ഞാൻ സല്യൂട്ട് ചെയ്യുന്നു, നാണുവിനെ ഇതിൻ്റെ പാർട്ടാക്കി, അല്ലെങ്കിൽ നാണു വിശ്വനാഥനെ ഞങ്ങളുടെ പാർട്ടാക്കി എടുക്കുന്നത്. എനിക്ക് അവിടെ പറയാനുള്ളൊരു കാര്യം, ആ സല്യൂട്ട് എനിക്ക് നൽകിയ ആ സല്യൂട്ട് ഞാൻ അത് എൻ്റെ ഹൃദയം മൊത്തത്തിൽ ചേർത്തുകൊണ്ട് മാരിടൈം ഇൻഡസ്ട്രിയിലുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും, ഒറ്റയ്ക്കല്ല മാരിടൈം ഇൻഡസ്ട്രി, ഞാൻ ഒറ്റയ്ക്ക് അല്ല, ഒരുപാട് പേര് ചേർന്നാണ് ആ ഫുൾ സല്യൂട്ട്. അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് ഞാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വി.ഡി. സതീശൻ സാറിൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ്. ഞങ്ങൾക്കിങ്ങനെ ഉള്ള ഒരു മകനെ തന്നേനെ, ഒരു പൊതുപ്രവർത്തനം തന്നേനെ, ആ ഞങ്ങളുടെ ഒരു മനസ്സിൻ്റെ വികാരത്തെ ചേർത്ത് നിർത്തുന്നതിനകത്ത്, എല്ലാവരോടും ചേർന്നൊന്നിച്ച് നിൽക്കുന്നതിനകത്തിലെ അത്യാവശ്യം ശുണ്ടി പിടിക്കേണ്ടപ്പോൾ ശുണ്ടി പിടിക്കുന്ന ഒരാൾ, അത്യാവശ്യം ചിരിക്കേണ്ടപ്പോൾ ചിരിക്കുന്ന. കഴിഞ്ഞ ദിവസത്തെ ആ പ്രോഗ്രാമിനകത്തിൽ ആ കുട്ടികളെല്ലാം കൂടെ വന്ന് സാറിൻ്റെ ദേഹത്തേക്ക് അങ്ങ് ചേർന്ന് നിന്നോട്ട് ഫോട്ടോ എടുക്കുന്നത്. ഒരു കൊച്ചുകുട്ടി, എൻ്റെ സ്റ്റാഫായിട്ടുള്ള, എൻ്റെ ഓർഗനൈസേഷൻ മാനേജറായിട്ടുള്ള അതിൻ്റെ മകനാണ്. ആ മോൻ വന്നപ്പം അവൻ്റെ തലയിലേക്ക് കൈവച്ച് ഞാൻ ആ ഫോട്ടോ ആവർത്തിച്ച് നമ്മൾ കാണുക. പലരും നമ്മളെ ആ ഫോട്ടോ എടുത്തിട്ട് അയച്ച് പ്രത്യേകിച്ചും തരുന്നു. അങ്ങനത്തെ ഒരു മകനെ സംഭാവന ചെയ്ത ആ അച്ഛനും അമ്മയ്ക്കുമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ ഈ പറയുന്ന സല്യൂട്ട് ഏറ്റവും, അല്ലെങ്കിൽ സാർ എനിക്ക് തന്ന സല്യൂട്ട് ഞാൻ കൊടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്നത്, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ആ അച്ഛനും അമ്മയ്ക്കും ഞാൻ ആ സല്യൂട്ട് സമർപ്പിക്കുകയാണ്. താങ്കൾ എന്തുകൊണ്ടാണ് ഈ സർക്കാരിന്റെ ഭാഗമാകാത്തത് എന്നുള്ള ചോദ്യം പലർക്കും ഉണ്ട്. ഇത് എല്ലാ കോണിൽ നിന്നും വരുന്ന ഒരു ചോദ്യമാണ്. ഒന്ന്, മാരിടൈം ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. അത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ മാത്രമായിട്ടത് നിൽക്കുകയില്ല. ഇപ്പം നമ്മൾക്ക് മാരിടൈം ഈ പറയുന്ന പ്ലാനറ്റ് മൊത്തം, അതായത് നമ്മളിവിടെ വരുന്ന കപ്പലുകളായാലും ഫ്ലൈറ്റുകളായാലും പിന്നെ മറ്റ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ, റെയിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ എല്ലാ കണക്ടിവിറ്റിയും മാരിടൈമിൻ്റെ സബ്ജക്റ്റ് എല്ലാം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ തലത്തിലേക്ക് പരന്നു കിടക്കുന്നതാണ്. അപ്പം ഗ്ലോബൽ തലത്തിലേക്ക് നമ്മളത് പരന്നു കിടക്കുന്ന സമയത്ത് ഇപ്പം അന്താരാഷ്ട്ര തലത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ, ഇപ്പോൾ UN എടുക്കുന്നത്, WTO എടുക്കുന്നത്, IMO ഇങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. ഇപ്പം തന്നെ ഹോർമീസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഷിപ്പുകൾക്കുണ്ടാകുന്ന ഇഷ്യൂസുകൾ, ട്രേഡുകൾക്കുണ്ടാകുന്ന ഇഷ്യൂസുകൾ, നമ്മളുടെ മാരിടൈം സീഫെയേഴ്സിനുണ്ടാകുന്ന ഇഷ്യൂസ്, ഇങ്ങനെ ഒരുപാട് കാര്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്തേക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒക്കെ ആയിട്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് നിന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നമ്മളൊരു ചട്ടക്കൂടിനകത്തിലാക്കി നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്ക് വരുന്നുണ്ട്. പിന്നെ എത്രയോ എന്നേക്കാൾ കഴിവുള്ള എത്രയോ പേര്, അതായത് എനിക്ക് മുമ്പേ തന്നെ ഈ പറയുന്ന മാരിടൈമിനകത്തിൽ വന്നിട്ടുള്ളവരും ലോകരാജ്യങ്ങളിൽ മാരിടൈം ഒരുപാട് സെക്ടേഴ്സ് ഉള്ള ഒരാളാണ്. ആ ഓരോ സെക്ടേഴ്സുമുള്ള ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ഒന്നും നമ്മൾ തിരിച്ചറിയാതെ പോകുന്നതാണ്. ഞാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ മാത്രമല്ല, അപ്പം അവരെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് അവരുടെ അറിവുകളും ആ കൂട്ടത്തിൽ ഞാനും കൂടെ ഒന്നിച്ച് നിന്നിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അതായിരിക്കും, കാരണം നമ്മുടെ ലക്ഷ്യം നമുക്കൊരു പൊസിഷൻ കിട്ടിയാൽ അത് ഇന്ന് വരും, ഒരു 2 വർഷമോ 5 വർഷമോ കഴിഞ്ഞതിന് ശേഷം നമ്മളതങ്ങ് പോകും. പക്ഷെ നമ്മളുടെ ആ അറിവ് എല്ലാവരുടെയും കൂടെ നമ്മൾ കൂട്ടായിട്ട് അങ്ങോട്ട് കൊടുത്താൽ ആ കൂട്ടായിട്ട് കിട്ടുന്ന അറിവിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന് മൊത്തം, രാജ്യത്തിന് മൊത്തം, പിന്നെ നമുക്കും വളരാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വരാം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പൊസിഷനോ അല്ലെങ്കിൽ കുറച്ച് പൈസയോ ബാക്കിയൊന്നും അല്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം എന്താ? നമ്മുടെ സ്റ്റേറ്റിന് നഷ്ടപ്പെട്ടു പോയ ആ മാരിടൈം ചരിത്രം, ലോകം ആരാണ് കീഴ്പ്പെടുത്തുന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്, അതായത് ആര് കടലിനെ കീഴ്പ്പെടുത്തുന്നോ അത് നമ്മുടെ കയ്യിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ, അതായത് സപ്ലൈ ചെയിൻ നഷ്ടപ്പെട്ടാൽ ലോകം മരിച്ചു പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഹബ്ബാക്കാൻ പറ്റുന്ന നാടാണ് നമ്മുടേത്. അപ്പം അവിടെ സ്ഥാനമാനങ്ങൾ പറഞ്ഞ് മനസ്സിലായി, അല്ലെങ്കിൽ മറ്റു തരത്തിൽ അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും കഴിവുള്ള ആൾക്കാർ ഒരുപാട് പേരും അവിടെ നിൽക്കുമ്പോൾ അവരൊക്കെ അതിനകത്തിലേക്ക് വരണം. സ്ഥാനമാനങ്ങൾ മറ്റു തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരണം എന്നുള്ളതിനകത്തിൽ ഒരു സംശയം വേണ്ട. അത് മോശമായ കാര്യമോ കുറവോ ഒന്നും തന്നെ അല്ല. ഇങ്ങനെ
ഒത്തിരി പഠിക്കാനും അതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ചും ജേർണലിസത്തെക്കുറിച്ചിട്ടുള്ളതും ആർബിട്രേഷനെ കുറിച്ചും എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ കുറിച്ചും കസ്റ്റംസ്, നേവൽ ആർക്കിടെക്ട്, മറൈൻ ഇൻഷുറൻസ്, പിന്നെ മറൈൻ ബയോളജി, നോൺ മേജർ പോർട്ടുകളെ കുറിച്ചിട്ട്, മേജർ പോർട്ട്, ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും പഠിക്കണ്ടേ. അപ്പം നമ്മൾ ഒരു ഓഫീസിനകത്തിൽ ഉത്തരവാദിത്തത്തിനകത്തിലേക്ക് ഇരുന്നാൽ ഈ പഠിത്തം നമുക്ക് മിസ് ചെയ്യും. എങ്കിലും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നോ എൻ്റെ കൂടെ പോരുന്നോ എന്ന്? അതൊരു പിന്നെന്താ പറഞ്ഞത്, സാർ എന്നോട് പറഞ്ഞു ഒന്നിച്ച് ഇതിനകത്തിലേക്ക് വരണം, നമുക്ക് നാടിനു വേണ്ടി എൻ്റെ കൂടെ പോരുന്നു എന്നതിനേക്കാളൊക്കെ ഉപരി എന്ന് പറഞ്ഞാൽ സാറിൻ്റെ വർത്തമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യം നമ്മുടെ നാടിനു വേണ്ടി ചെയ്യണം. എൻ്റെ കൂടെ നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി ചെയ്യണം. സാറിന് അങ്ങ് ആവേശം ഈ സബ്ജക്റ്റ് പറയുമ്പോൾ. ഞാൻ വിചാരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പുഴയായിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴേ, അല്ലെങ്കിൽ ഞാൻ അറബിക്കടലായിട്ട് ചെന്നപ്പോൾ പഞ്ചമഹാസമുദ്രമായിട്ടാണ് സാർ ഇതിനകത്തിലേക്ക് വരുന്നത്. നേരത്തെ ഞാൻ ഈ സബ്ജക്റ്റും കൊണ്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആദരണീയമായിട്ടുള്ള ടൂറിസം മിനിസ്റ്റർ PC വിശ്വനാഥ് സാറ് അന്ന് ആ മീറ്റിങ്ങിനകത്ത് പറഞ്ഞ കേട്ടില്ലേ, അതായത് ഞാൻ ഉച്ചയ്ക്ക് വല്ലപ്പോഴും വിശക്കുമ്പം വിഷ്ണുചേട്ടൻ്റെ അടുക്കിലേക്ക് വരുമ്പം, അവിടെ ആഹാരം കഴിക്കാൻ വരുമ്പം പുള്ളി വിശന്ന് വരുമ്പോൾ ഞാൻ അന്നേരം ഈ മാരിടൈം എടുത്തെടുക്കും. അത് 2006 ബാക്കിയൊക്കെ ബ്ലൂ എക്കോണമി. അപ്പോൾ പലരും വിചാരിച്ച് എനിക്ക് വട്ട് ആണ് എന്നുള്ള തരത്തിലേക്കാണ്. ഒരു തരത്തിൽ അതൊരു വട്ടും കൂടെ ആണ് പറഞ്ഞ മനസ്സിലായി. പക്ഷെ അതിനെ സാറ് തിരിച്ചറിഞ്ഞിട്ടേ പറഞ്ഞ മനസ്സിലായ സാർ ഒരു വലിയ ഡയറക്ടറാണ്. ഇപ്പം നമ്മൾ ഈ വിഷ്ണുനാഥും അതിനേക്കാളും വിഷ്ണുനാഥ് ഡയറക്ടറാണ്, അതിനേക്കാളും വലിയൊരു മഹാ ഡയറക്ടറാണ് ആര്, നമ്മുടെ VD സാറ്. പറഞ്ഞ മനസ്സിലായോ? ആ ഡയറക്ടർ തൻ്റെ സഹായിയായിട്ട് അല്ലെങ്കിൽ തൻ്റെ കൂടെ നിൽക്കാമോ എന്നുള്ള തരത്തിലേക്ക് മാത്രമാണ് എനിക്ക് പോകാൻ വേണ്ടി പറ്റുന്നത്. അപ്പം സാർ വിളിച്ചിരുന്നു, അത് ശരിയാണ്. സാറ് ഒരു പൊസിഷനേക്കാൾ സാർ എന്നോട് പറഞ്ഞത് നമുക്ക് ഒന്നിച്ച് നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി പോകാം എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ആ പൊസിഷൻ ഞാൻ പറഞ്ഞത്, പൊസിഷൻ ഒഴിച്ച് സാറിൻ്റെ കൂടെ ഒന്നിച്ച് ഞാൻ വരും എന്നുള്ള തരത്തിലാണ് പറഞ്ഞേക്കുന്നത്.